ഞാൻ കണ്ടായിരുന്നു, മതിലൊക്കെ കണ്ടായിരുന്നു. മോടെ പേരെന്നാ? ഇവാനിയ. അടിപൊളി പേരാണല്ലോ. ഇത് പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 16-ാം വാർഡിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് ഇന്നലെ ഒരു കുടുംബം അന്ത്യം ഉറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് അവർ ആദ്യം എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, വഴിയുടെ ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞ് അവരെന്നെ വിളിച്ചു. അതുകൂടാതെ തന്നെ അവർ നമ്മുടെ വീഡിയോ എല്ലാം സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ അവർക്കൊരു നീതി കിട്ടുമെന്നുള്ള ഉറപ്പായിക്കൊണ്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ അതുപോലെ ഞാൻ അന്നേരം എല്ലാം ഓരോ ദിവസം നിങ്ങൾക്കറിയാം, ഓരോ പള്ളിയിലെ അമ്പലത്തിൻ്റെ എല്ലാം പരിപാടികൾ ഏറ്റിരിക്കുന്നതാണ്. ഇതെല്ലാം രാത്രി 12 മണി 1 മണിയായി ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന്. എനിക്ക് 2 ദിവസം, അതുപോലെ ഇന്നലെയാണ് എനിക്കൊരു കല്യാണം, അത് ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനും കുടുംബമൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ അത് കാരണം ഈ ഇവരുടെ കാര്യത്തിൻ്റെ അകത്ത് ഇന്നലെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരികയും ചെയ്തു. ഈ കണ്ണഞ്ചിറ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് വിളിച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വന്നോളാം, സമയം കിട്ടുമ്പോൾ വന്നോളാമെന്നും പറഞ്ഞ് ഉറപ്പ് കൊടുത്താണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ വന്നപ്പോഴത്തേന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. ഇതായിരിക്കുന്നയാളുടെ ഇ.ഡി. രാജു, അദ്ദേഹത്തിന്റെ മകളുടെ പിള്ളേരാണ്. രാവിലെ വീട്ടിൽ വെച്ച ഭക്ഷണം വീട്ടിൻ്റെ അകത്ത് കയറി കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതിന്റെ ഭാര്യയാണ് അങ്ങോട്ട് മാറി കൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ 29 വർഷമായിട്ട് അവരുടെ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരുന്ന ഏക ഒരു തൊണ്ടാണിത്. ആ തൊണ്ടിപ്പം അവർ ഗേറ്റ് ഇത് വെച്ച് ഇവിടെ കൊണ്ട് വെൽഡ് ചെയ്ത് അടച്ചു. അതിന്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഇതാ കെട്ടി അടയ്ക്കുന്ന ആ ഭാഗം അവിടെയാ ഈ തൊണ്ട് ചെന്ന് അവസാനിച്ച് അവിടുന്ന് ഇറങ്ങുന്നത് പുള്ളിയുടെ വീട്ടിലോട്ടാണ്. ഈ വഴി അടച്ചേക്കുവാണ്. അപ്പൊ ഇതല്ലാതെ വേറൊരു വഴി ഈ വീട്ടിലോട്ട് പോകാനില്ല. ഇപ്പം കോടതിയിൽ നിന്ന് വന്നവരെ പൈസ കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് വേറെ ഇതുവഴിയോ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വഴി ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഈ പ്രദേശവാസി തന്നെയാണ്, ഈ വഴി ഇല്ല ഇവിടെ. ഇതേ ഒരു പാവപ്പെട്ട കൂലി ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആളാണ്. സഭയിലെ പാസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് സാഹചര്യം. അപ്പൊ ഈ വിഷയത്തിൽ ഒരു ബന്ധക്കോസുകാരനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു അനക്കമില്ലാത്ത. അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊന്ന് നീതിയുക്തമായിട്ടൊന്ന് ഇടപെടണം. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് കണ്ണഞ്ചിറയിൽ നിന്ന് തെങ്ങണായിക്ക് പോകുന്ന വഴിക്ക് നാലുനാക്ക പള്ളി കഴിഞ്ഞിട്ട് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലത്തോട്ട് റോഡുണ്ട്. ഇത് കടുവാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒത്തിരി പേരെന്നെ വിളിച്ചായിരുന്നു. ഇവിടെ ഈ ചുറ്റുവട്ടത്തിലെ കണ്ണഞ്ചിറയെന്നും അങ്ങനെ അവരെല്ലാം എന്നെ വിളിച്ചായിരുന്നു. അവരെല്ലാം വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്നുപോലെ എന്റെ സാഹചര്യം ഇതുകൊണ്ടാണ്, ഞാൻ എങ്ങനെയാലും എത്തിപ്പെടാൻ നോക്കാം. ഞാനത് അവരെ അറിഞ്ഞപ്പോഴാ പറഞ്ഞു. നല്ല നീതിയോട് കാര്യം പറയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടേണ്ടത്? കള്ളത്തരങ്ങളൊന്നുമില്ല, സത്യമായ കാര്യങ്ങളും. അപ്പൊ അതൊന്ന് വന്ന് യഥാർത്ഥമായിട്ട് പറയുമല്ലോ പിന്നെ വരാൻ പിന്നെ അതെ അതെ. ഈ ഇവിടെ കിടന്നല്ലേ? ശരി. ഒരു ദിവസം കിടന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോയതാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ഫലം നമുക്ക് കിട്ടിയില്ലേ? പക്ഷെ എനിക്കിത് അറിഞ്ഞപ്പം തൊട്ടൊരു പ്രയാസമായിരുന്നു. കാരണം എന്നാ അറിയാം, നമുക്കൊക്കെ ജീവിതത്തിൽ വേറെ ഒന്നും കിട്ടണ്ട, ഒരു നടക്കാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ വേറെ ആരും ഇവരാരും കൊണ്ട് തരുന്നില്ലല്ലോ, ഒന്നും തരുന്നില്ല. നമ്മൾ വേല എടുത്തിട്ടല്ല നമ്മൾ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ വഴിയില്ലാത്ത പ്രശ്നമൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ അന്നേരം ഞാൻ പോകുന്നത് ആണെന്നേ. എനിക്ക് പള്ളിയിലെ അമ്പലത്തിലും പെരുന്നാൾ കാരണം എല്ലാം പ്രശ്നമായിപ്പോ. അത് കാരണം നമുക്ക് അർഹതപ്പെട്ടതായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് സത്യത്തിൽ മറ്റുള്ളവരെ അറിയിക്കുമ്പം മനുഷ്യര് പറഞ്ഞിട്ടില്ലേ അവർക്കൊരു ഞങ്ങള് അല്ല ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെയാണ് അവർ വീട്ടിലേക്ക് കയറാൻ മേലാതെ വന്നപ്പം ഇവിടെ ഇന്നലെ വൈകിട്ട് ഇവിടെയാണ് അന്തി ഉറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു കടയോട് ചേർന്ന് വലത്തോട്ട് ഇതാണ് അവരുടെ നടപ്പാത. ഈ ഗേറ്റാണ് വെൽഡ് ചെയ്ത് അടച്ചത്. അതിനുശേഷം സ്വല്പം മുന്നോട്ട് ചെല്ലുന്നിടത്ത് അവരുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്
ഹോളോ ബ്രിക്സ് കെട്ടി അടച്ചത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഒരു ഉത്തരവ് നേടി ഇവിടെ അടച്ചത്. ഇവർക്ക് ആകപ്പാടെ 2 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയാണത്. ഇവിടെ ഈ ഹോളോ ബ്രിക്സ് കെട്ടി അടച്ചിട്ട് ഇന്നലെ വന്ന ആൾക്കാരാണ് ഇത് പൊളിച്ച് ഇവർക്ക് വഴിയാക്കി കൊടുത്തത്. അപ്പം ഇവർ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക. ഇത് ഇവാഞ്ചലി, അടിപൊളി പേരാണല്ലോ, 2 പേരുടെ നല്ല പേരാണല്ലോ. ഇവിടെ താമസിക്കുന്നത് അല്ലേ? അല്ല, ഇവരുമായിട്ട് കേസായിരുന്നോ? ഇവര് ഈ മുറിക്കാട്ടെന്ന് പറഞ്ഞ ആ വീട്ടുകാരാ. അപ്പൊ അവര് ഞങ്ങൾ രണ്ടു കൂട്ടം നമ്മൾ ഒരു വിഷയമില്ല, ഒരു വാക്കുകൊണ്ടൊരു സംസാരമോ അല്ലെങ്കിൽ ഒരു ഇത്രയും നാളായിട്ടും ഞങ്ങൾ രണ്ടു കൂട്ടം കൂടി ഇതിന്റെ മുഖാമുഖം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവര് കോടതിയിലൊക്കെ ഞങ്ങളെ കുറിച്ച് അപവാദിക്കുക, ആൾക്കാരെ കൊണ്ട് അടുത്ത് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ യാത്ര ചെയ്തൊക്കെ ഒത്തിരി പരാതിയുള്ളൂ. ഞാൻ ഒന്നിനും പോയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആരുടെ മുന്നിൽ നല്ല ഇപ്പൊ പറഞ്ഞത് തന്നെ ആരുടെ മുന്നിൽ പറയാം. അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി, പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ചെന്ന് അത് ചെന്നാണെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഒരു ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞു അവിടെ ചെന്ന് അവര് ക്ഷമ പറയുകയാണെങ്കിൽ അവർ ഈ വിഷയം തീർക്കാൻ പറയുന്നത് കേസും പിൻവലിക്കാം. നമ്മളെ ക്ഷമ പറയുകയാണെങ്കിൽ പിന്നെ കേസ് തീർക്കാം, വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാക്കാന്ന് പറയുന്നത്. നമുക്ക് ക്ഷമ പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല, നമുക്ക് ക്ഷമ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് നേരത്തെ എത്ര അടി വീതിയിലാണ് വഴി ഉണ്ടായിരുന്നത്? 4 അടി കിടന്ന് വഴിയാണ്. അപ്പൊ അവരത് കഴിഞ്ഞ് 4 അടി കടന്നപ്പോഴത്തേക്ക് അതിന്റെ കൂടെ 4 അടി വില കൊടുത്ത് വാങ്ങിച്ചു. ആ സർക്കാർ 4 അടി വില കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ അതുകൊണ്ടായിരിക്കും അവിടെ ഗേറ്റ് അങ്ങനെ വെച്ചല്ലേ? ഗേറ്റ് വെച്ചു. അപ്പം 8 അടി വീതി കടന്നു പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നമില്ല. അപ്പൊ 8 അടി വീതിയാക്കാൻ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇവർക്ക് മൊത്തം വഴി വേണം ഒരു ചിന്ത അവർ മനസ്സിലുണ്ട്. ഉണ്ടായ പക്ഷെ അത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ഇവര് ഇത് 8 അടി വാങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവർ തകരാറ് അവിടെ കൊണ്ട് ഗേറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ഗേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് താഴെയും സ്ഥലമൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വഴി കാണിച്ചിട്ട് അവർക്ക് വിൽക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അതിന്റെ പൊതുവഴിയായിരിക്കും. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു നമ്മൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് മോശം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട. നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഒത്തിരി ഗേറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഗേറ്റ് തുറന്നിട്ട് കാര്യമായിട്ട് തിരിച്ചു വരുമ്പോൾ തുറന്നു ഞങ്ങൾ കൂട്ടുന്നില്ല. അത് കൂട്ടുന്ന പറ്റില്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ ഷിനു പേപ്പർ പറഞ്ഞ ആളായിരുന്നു, CPM മെമ്പറാണ്. പുള്ളിയുടെ സാധനത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ശരി കുഴപ്പമില്ല, അവര് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. നമ്മളെ പിന്നെ പറഞ്ഞു ഞാൻ ശരി നോക്കാം ആയിക്കോട്ടെ. അവരുടെ വീട്ടിൽ ചായ കുടിച്ച് തിരഞ്ഞു പോകുന്നതാണ് ഈ മെമ്പറുടെ ഇറങ്ങി പോകുന്നതാണ്. പിന്നെ 1 മാസം കഴിയുമ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് സമസ്യ. അല്ല, ഈ കോടതിയിൽ നിന്ന് അടയ്ക്കാൻ വന്നവർക്ക് അറിയില്ല നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന്. ഞങ്ങൾ കാല് പിടിക്കണം പറഞ്ഞു. ഒരു സ്ത്രീ വിഷയം ഞങ്ങൾ മാഡം ഇത് സംഭവം ഒരു ഞങ്ങൾ കുറച്ച് ദിവസത്തെ കൊടുത്താം. ഞങ്ങൾക്ക് ഇവര് പറയുന്ന കോടതി കാണിച്ചു, കോടതി വേറെ വഴിയുടെ പറയാം കാണിച്ചേക്കുന്നത്. അതൊരു 6 വേറെ വസ്തു അതിന്റെ ഇത്തോടങ്ങൾ പോകുന്ന സൈഡ് കൂടെയാണ്. അത് വഴിയില്ല, ഓൾറെഡി വഴിയില്ല. പിന്നെ നല്ല 6 വേറെ വസ്തുവാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ കാലം പിടിച്ചാണ് ഞങ്ങളെ എങ്ങനെ വഴി ഉണ്ടാക്കി സൈഡിൽ പിന്നെ എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം താമസം തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ്, ഞങ്ങൾക്ക് അത് നടത്താൻ കഴിയാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. അപ്പൊ അന്നത്തെ എന്റെ സാഹചര്യം ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 2 മാത്രമേ ആരുമില്ല. അപ്പൊ ഞങ്ങളിപ്പം പിന്നെ എനിക്കന്നേരം വേറെ ഒരു നിർവാഹമില്ല. ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ ഞാൻ നടത്താൻ പറഞ്ഞു ഞങ്ങൾ അവിടെ മരം വിളിക്കും. അപ്പൊ ഞാൻ കോടതി ചെല്ലേണ്ട ദിവസമാണ്. 2 കൂട്ടരും മീഡിയേഷന് കോടതി വിളിച്ചിരിക്കുക. ഞാൻ ആരെ കോടതി പോകാൻ വേണ്ടി ഇറങ്ങി ഇവിടെ പോയി ഇവിടുത്തെ ചെറിയ ജോലിയുണ്ട് സാധാരണ. അപ്പൊ ഞങ്ങൾ പോകുന്ന കണ്ടുകൊണ്ട് ഇവര് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ചെയ്ത പരിപാടി സമയത്ത് അവിടെ അടച്ച് ഗേറ്റ് മൊത്തം അടച്ചിട്ട് പിന്നെ അത് വെൽഡ് ചെയ്ത് മൊത്തം അടച്ച് അകത്തൊരു ലോക്കം വെച്ച് കൂട്ടി കൂട്ടി. ഇപ്പൊ ഇറങ്ങി ഈ പുഴയില്ലേ ഇവിടെ കട്ട കിട്ടി 4 മണി കട്ട കിട്ടുമ്പോ ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ വന്നിട്ട് നിങ്ങൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ പോലീസിനെ വിളിച്ചാൽ അപ്പൊ ഞാൻ അന്നേരത്ത് പ്രശ്നം ഉണ്ടാക്കി പോലീസിനെ വിളിച്ച് കഴിയുമ്പോൾ എന്നെ പോലീസിനെ കൊണ്ടുപോകണമെങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ ഉണ്ട് കണ്ടുകഴിയും പെട്ടെന്ന് തകർന്ന് വീട് സ്വഭാവം. അപ്പൊ അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ ഞാൻ നോക്കാം പറഞ്ഞു ഞാൻ ഞങ്ങൾ അവരോട് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ചടങ്ങ് പേടിക്കണ്ട, നിങ്ങൾക്ക് നല്ല വേറെ വക്കീലൊക്കെ ഉണ്ട്, ഞാൻ കെട്ട് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾ തുറന്നു തരാനുള്ള റൈറ്റ് നിങ്ങൾ കൊണ്ടുവന്നു പറയും. ഇതെല്ലാം പറഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞ് ഇവരായാലും കെട്ടി മൊത്തം അടച്ച് പോലീസ് വന്നോ? എന്നാൽ പോലീസ് വന്നിട്ടില്ല, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ മാറി ഇരിക്കുക എല്ലാം അടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീർന്നു. കഴിഞ്ഞ്
ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായി. അപ്പം ഞങ്ങളുടെ ആൾക്കാർ വന്ന് ഞാൻ നമ്മുടെ ഒരു പാഷനുണ്ട്, അൽപാഷൻ എന്ന് പറയും. ആ പുള്ളി നമ്മുടെ ഈ വഴിവിഷം ഉണ്ടാക്കുന്ന നമ്മുടെ എല്ലാ കാര്യത്തിലുള്ള ആളാണ്. പിന്നെ പാർപ്പാട്ട് എഴുതി എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി മെമ്പർ പുള്ളിയെ വിളിച്ചു. അവരുടെ രണ്ടൂടെ വന്ന് രണ്ടു കാര്യം ചെയ്യും, ഇങ്ങനെ സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ കാര്യം ഷെഡ് വെച്ച് കൊടുത്ത് ആൾക്കാർ കിടക്കാൻ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ വഴി താമസം. നമുക്കിട്ട് ഇറങ്ങാൻ വയ്യ. നമ്മളെ ആരും ഇട്ടോണ്ട് പോയ ഡ്രസ്സാ, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. വെച്ച ചോറ് ഇതിനകത്തിരിക്കുന്നു. നമ്മുടെ ഇനി പറമ്പിലോട്ട് കയറാൻ വേറെ ഒരിടത്തൊന്നും വഴിയില്ല അല്ലേ? ഇതിനകത്ത് വരാൻ വേറെ ഒരു മാർഗവും. ഞങ്ങൾ പിന്നെ അവരുടെ മുറ്റത്തൂടെ വന്നാൽ കയ്യാല ചാടിയ എടുത്തോണ്ട് പോയത്. പിന്നെ അതെ തീർച്ചയായും കോടതിയിൽ വന്നവരും ഉണ്ട് അവിടെ. അവരൊക്കെ ചെയ്യുന്ന അവിടെ ഷെഡ് കെട്ടാനുള്ള സാധനമൊക്കെ എടുത്തു. നേരെ അവിടെ ചെന്ന് ഷെഡ് കെട്ടി അവിടെ അല്ല വിളിക്കുന്നു. അല്ല, ഈ കോടതി ഒരാളുടെ ഭാഗം മാത്രം കേട്ടോണ്ട് അതെങ്ങനെയാ പറയുന്നത്? ഈ പൈസ ഉള്ളവന് മാത്രം നിയമം, അല്ലാത്തവന് നിയമമില്ല. ഇവിടെ പുതുപ്പുള്ളൊരു സംഭവം ഉണ്ടായി ഇതുപോലെ തന്നെ. കോടതി ഉത്തരം പ്രകാരം ആ വഴി അടച്ച് ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഏതാ പ്രശ്നം വരുന്നത്? കാരണം ഞാൻ വന്ന് പറഞ്ഞു നമ്മുടെ അറിവ് വെച്ച് മേഡം ഇങ്ങനെ കോടതി നിങ്ങളെ വിട്ടതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടണ്ടേ? പിന്നെ നമുക്കും തീർച്ചയായിട്ടും നമുക്ക് വഴിയുണ്ടെന്നൊരു അത് കിട്ടാതെ ഇത് അടയ്ക്കാൻ പറ്റുമോ? അതൊന്നും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ പേപ്പറും കാണിച്ചു. അല്ല, ഈ മനുഷ്യന് വേണ്ടിയല്ലേ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? നിയമം രണ്ടു കൂട്ടർക്കും ഒരുപോലെ അത് ഞങ്ങൾ പറഞ്ഞു. ഈ കോടതി അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ വഴി അടച്ചിട്ട് ഞങ്ങളെ വഴിയാധാരമാക്കുക, ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. പണമുള്ളവന് മാത്രം കോടതി, അല്ലാത്തവന് കോടതി ഇല്ലെന്ന് പറയാം. സാറേ കേട്ടെ, ഞങ്ങള് കോടതി ഇക്കാര്യം മൊത്തം പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം അത് ഇപ്പൊ ജഡ്ജി ശ്രീയാ, ഞാൻ മേഡം ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, അതുകൊണ്ട് വഴി അടയ്ക്കരുത്. ഞാൻ കാരണം നടക്കാനുള്ള വഴി നല്ലൊരു കാര്യം ചെയ്യും. ഞങ്ങളുടെ വീട് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. കോടതി പറയുന്ന ഒരു വില ഞങ്ങൾ വില വെക്കുന്നില്ല. കോടതി അല്ലെങ്കിൽ വേറെ ഇതും കൂടെ കൂട്ടി അവരങ്ങ് എടുത്തോട്ടെ. അവരെന്താ അതും സമ്മതിക്കില്ല. വഴിക്കുള്ള പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഈ വഴിക്കുള്ള ഈ രണ്ടടി വീതിക്കുള്ള വഴിക്ക് പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അത് അവർ സമ്മതിക്കില്ല. ഞങ്ങളെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ സത്യമായി ഈ കേസ് കളിച്ച് ഇവർക്ക് എന്തുമാത്രം സ്ഥലമുണ്ട്? ഇവർക്ക് അത്രയും സ്ഥലമുള്ളവരാണ് അല്ലേ? ഇത് ഇവരുടെ സ്ഥലമല്ല സാറേ. ഞങ്ങൾ രണ്ടുകൂട്ടം വരുന്നത് വേറെ രണ്ട് വ്യക്തിയുടെ പറമ്പിൽ അതിൽ കൂടെ ഞങ്ങൾ വരുന്നത്. ഇവരുടെ സ്ഥലമല്ല. അത് ശരിയാ. അതല്ലേ എന്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് ഈ കോടതി ഇതിനൊരു അനുവാദം കൊടുത്തത് കേട്ടോ. അതിനൊരു കാര്യമുണ്ട്. അത് കോടതിയുടെ ഭാഗത്തല്ല. ഞങ്ങൾ 2003 ആദ്യം ഇവര് ഒരു വേലി കെട്ടി ഞങ്ങൾ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് 2005 ഇവരെ നമ്മളെ നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവരുടെ ആധാരത്തെ കൂട്ടി അതും കൂടെ കൂട്ടി അവരുടെ കൂട്ടി പെങ്ങളെ ഇഷ്ടദാനം കൊടുത്താൽ അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. 2009 പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അവര് കോടതിയിൽ കാണിച്ചു. അന്നേരം ഞങ്ങളുടെ നാട്ടുകാർ ഈ പറമ്പിന്റെ ഉടമസ്ഥനും പറയുന്നത് അങ്ങനെ ഒരു വഴി ആ ഒരു സംഭവം അവർക്ക് കൊടുത്തില്ല. ഇത് പണ്ട് പോലെ ഉള്ളൊരു വെള്ളമുള്ള ചാലായിരുന്നു, അത് പഞ്ചായത്തിലില്ല. അങ്ങനെ എല്ലാരും അത് പറയുന്നുണ്ട്. പക്ഷെ ഇത് കോടതിയിൽ ഇതാണ് അവരുടെ ആധാരത്തിൽ ഈ 2005 എഴുതിയ ആധാരത്തിൽ അങ്ങനെ ഉണ്ട്. അവരുടെ മുന്നാധാരത്തിൽ അങ്ങനെ സംഭവമില്ല. ഈ ഇവരുടെ മുന്നാധാരത്തിലും ഇപ്പോഴുള്ള ആധാരത്തിലും അവരുടെ സ്ഥലത്തിൽ തന്നെയാണ് ആ സ്ഥലം കിടക്കുന്നത്. അവരാ ഇപ്പോഴും കരമടയ്ക്കുന്നത്. ഇവ അതിനോട് കൂടി ഈ 4 അടി മേടിച്ചത് ഇവര് ആധാരം ചെയ്തിട്ടില്ല. ഇവരെ ആധാരം ചെയ്തിട്ടില്ല. അതാ അവരുടെ പേര് ഇതിൽ തന്നെ കിടക്കുക. ഇപ്പം തീരുമാനം വന്നിരിക്കുന്നത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒത്തിരി പേര് വീഡിയോ കണ്ട് പഞ്ചായത്ത് നമ്മളെ വിളിക്കാതെ ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. അവര് പലരും അങ്ങോട്ടും വിളിച്ച് പറഞ്ഞാണ് ഇന്നലെ ഒത്തിരി ആൾക്കാർ വന്ന് സുരേഷ് ഒക്കെ വന്നായിരുന്നല്ലേ? സുരേഷ് CSDSന്റെ പിന്നെ ചിരഞ്ജന INDP വന്ന പാർട്ടി ഉണ്ട്, അതിന്റെ ആൾ വന്ന് പിന്നെ BJPക്കാരാണ് ഏറ്റവും തലക്കൽ ഒരു വന്നത്. പിന്നെ ഒരു സംഘടനയുണ്ട്, അവരുണ്ടായിരുന്നു. പിന്നെ DSPയുടെ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റ മനുഷ്യൻ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു നിങ്ങളുടെ ഒരു ആവശ്യം കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇത് അറിഞ്ഞു വന്നു. അപ്പൊ അങ്ങനെ പിന്നെ കോൺഗ്രസിലെ ആൾക്കാരെ എല്ലാവരും ഞാൻ കോൺഗ്രസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ഞങ്ങൾ സത്യമായി ഞങ്ങൾ ഇതേയില്ല, ഞങ്ങൾ ആ വഴിക്ക് നിൽക്കായിരുന്നു. അവർ എന്നാണ് സംസാരിച്ച് ഈ കാര്യങ്ങളിൽ ഇപ്പം വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. എല്ലാവരും കാരണവശാൽ സമ്മതിക്കാന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അവരും ഇവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് അവർക്ക് വേറെ വഴിയുണ്ടെങ്കിൽ ചേട്ടൻ കാര്യം ഏതാ വഴിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തലക്കണക്കില്ല. ഞങ്ങൾ ഇത്രയും പേരും ചേട്ടനെ പുറകെ വരും, ഈ വീട് വരെയും വന്നാൽ മതി. അവരുടെ വെച്ചാൽ അങ്ങനെ സമ്മതം. ഞാൻ പറഞ്ഞ സാർ 100% സമ്മതമാണ്, ഞങ്ങൾക്ക് വരക്കാൻ പ്രശ്നമില്ല. അവർ കാണിച്ചിരുന്ന വഴി ഞങ്ങൾ പൊക്കളെന്ന് പറഞ്ഞു. എന്നാലും കൂടി വരത്തില്ല, ആരും വരാൻ തയ്യാറില്ല. അവർക്ക് അങ്ങനെ വരാൻ പറ്റിയെന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ഞാൻ അവർക്ക് ഇത് നടക്കാൻ വഴി സൗകര്യം കൊടുക്കാം. പല വഴി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ വരാത്തത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നടക്കാൻ സൗകര്യം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരങ്ങനെ സംസാരിച്ച് ഇവർ സമ്മതിക്കില്ല. വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും വ്യക്തി കൂടി ഇത്രയും ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പ്രശ്നം തീർക്കാൻ പോകില്ല.
പിന്നെ ഒരു വിലപ്രയോഗത്തിന്റെ ആവശ്യം ഉണ്ടാകാൻ നിങ്ങൾ തയ്യാറാകരുത്, നമുക്ക് സൗകര്യമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇത് സമ്മതിക്കില്ല. അതാണ് ഞങ്ങൾ പൊളിക്കുന്നു പറഞ്ഞു. പൊളിച്ച് അവരെ കേട്ട് താമസിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞു, എല്ലാവരും കൂടി പൊളിക്കുന്നു പറഞ്ഞു. എന്നിട്ട് സമയം കൊടുത്താൽ ചർച്ച ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവര് അന്നേരം അവര് തയ്യാറല്ല. പിന്നെ അവര് തന്നെ ഞങ്ങള് അവിടെ പോലീസുകാരുണ്ടായിരുന്നു, വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ഇവരുടെ സ്ഥലത്തില്ല ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. പൊളിച്ചു തന്നേരം വന്ന ആൾക്കാർ തന്നെ അവരെന്നെ പൊളിച്ചു. ഞങ്ങളെ ബന്ധപ്പെടുത്തിയില്ല, ഞങ്ങളെല്ലാം വൈകി തന്നെയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളാരും വരണ്ട, ഞങ്ങൾ നമുക്ക് 2 അടിയായിരുന്നു. അപ്പൊ അവര് ആ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ കയറി പിടിക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ എതിർകക്ഷിയോട്, അല്ലെങ്കിൽ ഇത് പിന്നെ ഞങ്ങളെല്ലാം അത് ബലപ്രയോഗം നടത്തിയാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പിന്നെ കമ്പ് പോലെ കൊടുത്തിരിക്കുന്ന അത് തിരിച്ചിട്ടിരിക്കുന്നത് ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. 2 അടിയാണ് നമുക്ക് നിലവിലുണ്ടായിരുന്നത്. 2 അടി വന്ന് പുള്ളി പിടിച്ചാൽ പറയാം എല്ലാവർക്കും 3 അടി കൊടുക്കണം പറഞ്ഞു. ഇപ്പൊ നമുക്ക് 3 അടി തന്നു. 3 അടി വഴിയായി. ഗേറ്റിന്റെ ഒരു പിള്ള ഗേറ്റ് ആയിരുന്നു, അത് മുറിച്ച് അതിനോട് 1 അടി കൂടെ ബാക്കി മുറിച്ചാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ സംഭവിച്ചതെല്ലാം നല്ലതിന് തന്നെ. ചേട്ടന്റെ പേരെന്നായിരുന്നു? രാജു. ഓമന. എന്താ? രമ്യ എന്നടുക്ക ഇപ്പം അമ്മയുടെ കൂടെയാ? അത് ശരിയാ. ഞങ്ങളതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നിനും പോയില്ല. അവര് തന്നെ വന്ന് അവരെ സംസാരിച്ച് അവര് തന്നെ തീർത്തു. ഞങ്ങളതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവര് ഞങ്ങളുടെ ആ അവസ്ഥ കണ്ട് വന്ന അവര് കേട്ടോ. ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുടെ എല്ലാ ഹൃദയം തുറന്നുള്ള നന്ദിയുണ്ട് എല്ലാ പാർട്ടിക്കാരും. പിന്നെ ഇങ്ങനെ നമ്മുടെ ഒരു ആവശ്യം അവർ ഓടി വന്നല്ലേ. നിന്ന് പ്രവർത്തിച്ചവരല്ല. പിന്നെ തീർച്ചയായിട്ടും അല്ല, അവർക്ക് നിങ്ങളുടെ ഭാഗത്ത് 100% ശരിയെന്നുള്ളതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. കാരണം ഒരു വഴി അടയ്ക്കുക എന്ന് പറയുന്നത് പിന്നെ അതെ 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 പിന്നെ അതെ അതെ നമുക്ക് വെള്ളം തരാൻ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഈ CPM ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കുറെ ആയിട്ടിപ്പം കോൺഗ്രസോട്ട് മാറിയെന്നും പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു മാനുഷിക പരിഗണന പോലും ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമുക്ക് ചെയ്യുന്നതല്ല. അതിന് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം നമ്മൾ ജനിച്ച നാട്ടിൽ ആസാമികൾക്ക് പോലും അപ്പം വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ അല്ലേ ഉള്ളൂ നീതി നിയമമൊക്കെ അവർക്കല്ലേ ഉള്ളൂ. നമ്മളെ പോലെ ഉള്ളവർക്ക് അതെന്തായാലും അവര് വന്ന് നമുക്ക് ഉചിതമായിട്ട് കാര്യങ്ങളാണ്. നമുക്ക് അതിനകത്ത് നല്ലത് ചെയ്തതും ചീത്ത ചെയ്തവരോടൊന്നും നമുക്കൊരു വൈരാഗ്യമില്ല. കാരണം ഇത്രയൊരു കാര്യം നമുക്ക് വലുതായിട്ട് അല്ല നമ്മുടെ ഒരു ഇത്രയും കാര്യം ഞങ്ങൾക്ക് ആ വീട്ടുകാരോട് ഒരു പണക്കവും ഇല്ല. അവർ സഹകരിക്കാൻ അവർക്ക് ഞങ്ങൾ അവിടെ ഇപ്പം ഇന്നോട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പണികാരെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്നലെ അവര് 2-3 പണികാരെ നിർത്തി അത്ര സാധനം വെച്ചാൽ അതൊക്കെ നമുക്ക് അല്ല ഞാനൊരു മേസ്ത്രി പണിയാണ്. ഞാൻ അവര് പറയുന്ന ഒരു ചെറിയ പൊക്കം ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വേണ്ട പറഞ്ഞ ഒരു ദിവസത്തെ പണി ഇവിടെ ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചു. ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ 1-2 ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞു. 5 അടി നമ്മൾ പൊക്കി കെട്ടി കൊടുക്കണം. അത് അത്ര 5 അടിക്ക് അത്രയും പൊക്കി കെട്ടുക എന്ന് പറയാൻ പറ്റില്ല. അല്ല അത് ശാശ്വതമല്ല. ഒരു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ അതെ. പിന്നെ ഞാൻ ചെയ്യുകയാണെങ്കിൽ 5-6 അടി കിട്ടുന്നത് നമുക്ക് വിരോധമില്ല. അവര് പിന്നെ ബാക്കി അവർ ചെയ്യണമെന്ന് പോകുന്നത്. ഞാൻ 2 ദിവസം പണി ചെയ്ത് കൊടുക്കും ഫ്രീയായിട്ട്. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവർ വൈരാഗ്യം സത്യമാണ് പറയാം. അല്ല നമുക്ക് അവരോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. ദോഷം ചെയ്തു. ഈ കേസ് തന്നെ ഇത്രയും വർഷം കാലം നീട്ടിപ്പോയത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഒക്കെ വന്നോ? അനുഭവിച്ച സങ്കടം അത് ശരിയാ. അതെന്താ എങ്ങനെയാ വരുന്നത്? ഒരു ഡിലേ ആയെന്നാണ് വക്കീല് പറഞ്ഞത്. 11 വിധി വന്നിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ വന്നു. കോടതിയെ അലക്ഷ്യമാക്കി നമുക്ക് ഒരു ഇത് കോടതി തന്നാ പറയുന്നത്. അതിന് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് കരമടയ്ക്കാൻ പറ്റത്തില്ല. 23 വരെ കരമടയ്ക്കാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യാൻ 2-3 പ്രാവശ്യം പോലീസുകാരിവിടെ വന്നു. അന്ന് ഒരു പ്രാവശ്യം വീട് കിടന്നിട്ട് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് സാറുമാര് പറഞ്ഞു നിങ്ങള് വേറെ എന്തെങ്കിലും മാർഗം ചെയ്യുക. ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇവിടെ ഇതിപ്പം വാദനം 16-ാം വാർഡല്ലേ? ഇതിപ്പം 17. 18. സാറേ അത് പഞ്ചായത്ത് ഞങ്ങള് ഈ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകർ ഞങ്ങൾക്ക് ആരംഭം മുതലേ 23 മുതലേ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഓടുക. രാവും പകലും ഇല്ല നമുക്ക് വേണ്ടി അധ്വാനിച്ചു. അവര് പഞ്ചായത്തിനും വില്ലേജിനും എല്ലാം കലക്ടറേറ്റ് വരെ ഞങ്ങൾ പോയി. ഈ കഴിഞ്ഞ 2 ആഴ്ച മുതലേ കലക്ടറേറ്റ് ചെന്ന് കലക്ടർ ഓർഡർ കൊടുത്ത് വില്ലേജിൽ വന്ന് വില്ലേജുകാർ ഇവിടെ വന്ന് നോക്കിയിട്ട് നമുക്ക് സഞ്ചാരയോഗ്യ വഴിയിലെ റിപ്പോർട്ട് കൊടുത്തതാണ്. അത് ഇവരംഗീകരിച്ചില്ല ഇവരാരും. എന്നിട്ട് പഞ്ചായത്തുകാർ ഇടപെട്ടു.
ആ. പഞ്ചായത്തുകാർ ഇടപെട്ട് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് താഴെ വഴി ഒരു വഴി റെഡിയാക്കാം. അതിൽ 10 ലക്ഷം രൂപയോളം ചെലവാകും. ഫണ്ട് കെട്ടി മണ്ണടിച്ച് സ്ലാബ് വാർത്തിട്ട് വേണം ഇവിടെ വരാൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മീഡിയേഷൻ ഞങ്ങൾ പഞ്ചായത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ വരട്ടെ. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ ചെന്ന് അവിടെ വൃത്തിയാക്കി. അപ്പൊ 2-3 മരം മുറിച്ചത് ഇച്ചിരി ഒരു വിഷയമായി. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇച്ചിരി നമ്മളോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അല്ലെ ഇതില്ലെങ്കിലും നമുക്ക് അത് ചെയ്യാൻ വഴക്കിന് പോകേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് അവര് പറയുന്നത് ഞങ്ങളുടെ പേര് പഞ്ചായത്തുകാർ കേസ് എടുക്കും. പക്ഷെ അതെന്താന്ന് ചോദിച്ചാല് അത് പഞ്ചായത്തിന്റെ സ്ഥലമാണ്. അത് ഇന്നലെ ഞങ്ങൾ ഈ വിവരം ഞാൻ സാറിനെ വിളിച്ച് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു ഇതുവരെ ഇവിടെ അടക്കിയ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നേരം അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴി കിട്ടുന്നവരെ ഇവരെ അടക്കിയെന്ന് പറഞ്ഞു. നമ്മൾ ഒരു സമാധാനത്തിൽ നിന്ന് ഇപ്പൊ അടച്ചപ്പോ ഞാൻ അവരെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ വന്നവര് 2-2:30 വന്നപ്പോ ഞങ്ങളെ പന്തലിനകത്തിരിക്കുക. വന്ന് അവര് നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് തിരിച്ചു വന്നിച്ച് പറഞ്ഞു നിങ്ങൾ ഇത്രയും വലിപ്പമുള്ളൊരു ആഞ്ഞിലി തേക്ക് വെട്ടിക്കളഞ്ഞു, തെങ്ങ് വെട്ടിക്കളഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ ഇങ്ങനെ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി സാറേ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിവിധിയാണ്. എനിക്ക് ബഹുമാന സ്നേഹമായിരുന്നു. നമുക്ക് അവിടുന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിനാണ് ഞങ്ങൾ വിളിച്ചത്. നമുക്ക് ഇപ്പൊ ഇത് പൊളിച്ചവര് തരാലോ, അത് നിയമപ്രകാരം നടക്കത്തില്ല നമുക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് വാടകയ്ക്ക് പോകാം, ഞങ്ങൾ താഴത്തെ വഴി എല്ലാവരും കൂടി റെഡിയാക്കി തരാം എന്നൊരു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവര് അത്രയും പറഞ്ഞിട്ട് അവർ വണ്ടിയെ കയറിപ്പോയി. കൂടെ വന്നതിൽ ആരും സംസാരിച്ചില്ല, പ്രസിഡന്റ് മാത്രം അത്ര സംസാരിച്ചു. നമ്മൾ ഇടപെട്ടു, അത് നമുക്ക് സന്തോഷമുണ്ട്. അവർ അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് ഇൻസ്പെക്ടറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് നിങ്ങൾ ഒരു മാനുഷിക പരിഗണന കൊടുത്ത് അവരെ നടത്തെ. വേറെ വഴി ഉണ്ടെന്ന് ഇവർ പറയുന്ന ആ വഴി ഉണ്ടാകുന്ന വരെ അവർ നടക്കട്ടെ. അവർ വളരെ ഒത്തിരി കാൽ പിടിക്കുന്ന രീതിക്ക് അവരോട് സംസാരിച്ചു. അവരൊന്നും അവർ അടുക്കില്ലായിരുന്നു. പിന്നെ അവര് നിയമ കോടതി വിധി അവർക്ക് കോടതി വിധിയാകുമ്പോഴത്തേന് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളത് മാനിക്കുന്നു, അവരെ സേഫ്റ്റി മാനിക്കും. എങ്കിലും അവർ നമുക്ക് നമ്മളെ മോശമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒന്നും ചെയ്തില്ല. വളരെ മാന്യമായിട്ട് ഞങ്ങളുടെ ഇടപെട്ടു. അതിനാൽ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, അവരോട് പ്രത്യേക കടപ്പാടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. ദൈവത്തിന് അധികം നന്ദി. പിന്നെ തീർച്ചയായിട്ടും ഒച്ചയോ ബഹളോ ഒരു ചീത്ത വാക്കുകളൊന്നും ആരും പറയാതെ എല്ലാം മാന്യം. ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായെങ്കിലും അതുകൊണ്ട് പരിഹാരമായി. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു നിമിത്തം വേണം. പിന്നെ അതെ തീർച്ചയായിട്ടും. ഞങ്ങളൊന്ന് ഈ അവസ്ഥ കടന്നല്ലേ, ഏറ്റവും സീറോയി കടന്ന ആൾക്കാരാണ് ഞങ്ങൾ. ദൈവത്തെ ആരായിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മാറ്റം വന്നത്. അതെ അതെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. ഇത് വിട്ടുപോകാന്ന് പറഞ്ഞപ്പോ അന്നത്തെ രാത്രി നമുക്ക് സഹിക്കാൻ പറ്റില്ല. വഴി കിട്ടിയില്ല, മറ്റേ വഴി നമുക്ക് ഉടനെ ഒന്നും നടപ്പാകത്തില്ല. അപ്പൊ ഇത് കൈവിട്ട് പോകല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സങ്കടം. നമ്മുടെ വെച്ച ഭക്ഷണം, നമ്മൾ ഉടുക്കാനുള്ള തുണി, അലക്കിയിട്ട തുണി അയേ കിടക്കും, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇവിടെ ഇറങ്ങി വരുമെന്ന് ഓർത്ത് ഒരു രാത്രി മുഴുവൻ നമ്മൾ നീറി. അപ്പം ദൈവം നമ്മുടെ കൂടെ ആന്നേ. ഞങ്ങളെ സഭയാണെങ്കിലും പ്രാർത്ഥനയുണ്ട്. അതുപോലെ അനേകര് ദേവാസന്മാർ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒത്തിരി പേര് നമ്മൾ അറിഞ്ഞു അറിയാതുള്ള പിന്നെ അവിടെ ഗ്രൂപ്പുകളിൽ ഇട്ടേക്കുന്ന പ്രാർത്ഥന വിഷയമുണ്ട്. അതെല്ലാം അവരെല്ലാവരും എല്ലാവരും പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ദൈവം എല്ലാവരെയും ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചാണ്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് വന്ന ഇവിടെ വന്ന നേതാക്കന്മാർക്കാണ് അവരായിട്ട് നമുക്ക് യാതൊരു പരിചയമുള്ളതല്ല വന്നത്. അവരുടെയൊക്കെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുക. അത് അവർ രാഷ്ട്രീയം നോക്കില്ല, നമ്മുടെ നാളെ വോട്ട് ചെയ്യും, ഞങ്ങൾ 2 വോട്ടാണ് കിട്ടുന്നത് പോലെ അത് അതുപോലെ നോക്കേണ്ട കാര്യം അവർക്കില്ല. എങ്കിലും അവർ പറഞ്ഞാൽ അവരുടെയൊക്കെ എന്നും ഇത് നിങ്ങൾ രാവിലെ വരുമ്പോഴത്തേനല്ലേ ഇവിടെ അടച്ചു കെട്ടിയിരിക്കുന്നത്? ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഉണ്ട്, അടച്ചു കിടക്കുക. നിങ്ങളിവിടെ ഇങ്ങനൊരു പ്രശ്നം അന്നേരം ഉണ്ടായപ്പോൾ തന്നെ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. അതെനിക്ക് മറ്റേ ഞാനന്നേരം മീനെടുത്തപ്പോഴത്തേന് അന്നേരം ഒരു പാരപ്പള്ളി തന്നെ വിളിച്ചായിരുന്നു. അപ്പൊ അവിടെ അമ്പലത്തിൽ അന്ന് ധ്വജപ്രതിഷ്ഠയും കൊടിയേറ്റും കൂടെ. അപ്പൊ അതിന്റെ അവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തീരുമ്പോഴത്തേന് ഏറെക്കുറെ 10-11 മണി ആളും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 2-3 പ്രോഗ്രാം വന്ന് ഏറ്റിരുന്നോണ്ടോ കേട്ടോ വരാൻ കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. ഇന്നലെ നേരിട്ട് കണ്ടേ മനസ്സിൽ നമുക്കൊരു ചിത്രം പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും ഒരാളല്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് വിഷമം തോന്നില്ല. പിന്നെ സാറേ അതും ഒരു നിമിത്തമാണ്. കാരണം എന്ന് വെച്ചാൽ വന്ന് മീഡിയക്കാരനാണ് വന്നിട്ട് വലിയ ബഹളം വെച്ചിട്ട് ഇവർക്ക് വഴിയും തരണം, പിന്നെ ഒരു ആശയവും ആവുകയാണ്. അവരെ വന്നതൊക്കെ നന്നായി, എല്ലാം നല്ലായിരുന്നു കൂട്ടുകാർ. ശരി എന്നാ, ഈ ഇതിലാണ് നടപ്പാത എന്ന് പറഞ്ഞു പോകുന്നത് ആണല്ലേ? സാർ അന്നേരം പറയും
ഈ കൊടുത്തേക്കാൻ പറയും. ഇത് നമ്മുടെ ആകപ്പാടെ 2 സെന്റോ? ആ ശരി. ഞങ്ങളുടെ കാർ ഇറക്കം പറഞ്ഞ അവര് വഴി നനയാത്തത് കാർ ഇറക്കുമെന്നും പറഞ്ഞു. ഓ എന്റെ പൊന്നെ. അതെ അതെ, നമ്മളെന്ത് ഇതിലെ വെള്ളമൊക്കെ ഒഴുക്കുള്ള മഴക്കാലത്ത് വെള്ളമാണ്. കാണിക്കാം, വെള്ളത്തിന്റെ കാണിക്കാം. ആണല്ലേ? വെള്ളച്ചാട്ടം പോലെ ആണോ? നല്ല ഭംഗിയാ എടുത്തു. അത് ശരിയാ. അതെ, കഴിഞ്ഞ മഴക്കാലത്തായിരിക്കും അല്ലേ? അത് ശരി. ഇത് വലിയ ഇത്ര ഇവിടെ മുറ്റത്ത് വെള്ളം കയറുമോ? അവിടെ ആ പக்கம் കവിഞ്ഞിരുന്ന് കാണും. ശരി. ഇതൊരു വലിയൊരു തോട് പോലെ ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് രസമല്ലേ? ആ സമയത്തല്ലേ? ആണല്ലേ? ശരിയാ. എനിക്കവിടെ വാർത്താലാസില ജോലി. ശരിയാ. ഇപ്പം പോകുന്നുണ്ടോ? സ്ഥിരമായിട്ട് പോകുന്നുണ്ടോ? ഇന്നലെ ഞാൻ എനിക്ക് അവധി തന്നാ. അത് ശരി. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിൽ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ആവശ്യം വന്നപ്പോഴത്തേന് എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ ആ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകുകയും ഇന്ന് അവരുടെ സന്തോഷം കണ്ടു. അവരുടെ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കണ്ടല്ലേ? അപ്പോൾ ഇതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും.